അവൻ ഷോർട്സ് ഇട്ട് നടന്നാൽ പെൺപിള്ളേര് വന്ന് അവന്റെ മകട്ട് കയറില്ല. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലുള്ളത് പെണ്ണുങ്ങൾക്കാണ്. കാരണം എന്താ, ആണുങ്ങൾ പല ഡേഞ്ചറസ് ജോബ്സിൽ ഏർപ്പെടുന്നുണ്ട്. നിനക്കൊരു കൊച്ചുണ്ടാവുക, നിനക്ക് ഒരു ട്വിൻസാ ഉണ്ടാവുന്നതായിരിക്കും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. നീ എന്ത് ചെയ്യും? ആൺകുട്ടീനെ എങ്ങനെ വളർത്തും, പെൺകുട്ടീനെ എങ്ങനെ? രണ്ടുപേരും ഒരുപോലെ വളർത്തും. ചെറിയ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കും രണ്ടുപേരും. കുട്ടിക്കാലല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്കാലല്ല. പിന്നെ ഏജ് അഡൾട്ടറി കഴിഞ്ഞിട്ട് അഡൾട്ടറി ടൈമില് എങ്ങനെ വളർത്തും? രണ്ടുപോലെ ഈക്വലി. നിന്റെ മമ്മി സമ്മതിച്ചില്ലെങ്കിലോ? അല്ല, എന്റെ കുട്ടികളെ ഞാനാണല്ലോ വളർത്തുന്നത്, അപ്പോൾ ഞാനായിരിക്കുമല്ലോ നോക്കുന്നത്. ഓക്കെ, നിന്റെ വൈഫാ ഞാൻ. സോ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഷോർട്സ് ഇട്ടിട്ട് ഈ വീട്ടിൽ നടക്കുമ്പോ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. എന്തുകൊണ്ടാ? ഞാൻ എന്റെ ട്രഡീഷൻ ആണ്. അതെങ്ങനെ ട്രഡീഷൻ ആവുന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഡ്രസ്സ് മറ്റുള്ള ആകർഷിക്കുന്ന തരത്തിലാകരുത്. അപ്പൊ എന്റെ കുട്ടികൾ ചെറിയ ഷോർട്സ് ഇടുമ്പോ, ആൺകുട്ടി ഷോർട്സ് ഇട്ട് പെൺകുട്ടി ഷോർട്സ് ഇടുമ്പോ, ആൺകുട്ടി ഷോർട്സ് ഇട്ടാൽ ആരെ ആകർഷിക്കില്ല, പെൺകുട്ടികൾ ഷോർട്സ് ഇട്ടാൽ ആൾക്കാരെ ആകർഷിക്കും. അങ്ങനെ ഒരു സാധനം വരില്ലേ? ഇത് നിന്റെ അമ്മ പറയുമ്പോ നീ എന്ത് ചെയ്യും? നിന്റെ മക്കളെ നീ ഈക്വൽ ആക്കി വളർത്തുന്ന പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ എവിടെ ഈക്വാലിറ്റി വരുന്നു? അല്ല, എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെ വളർത്തും. നിന്റെ മമ്മി സമ്മതിക്കില്ല. മമ്മിയുടെ കാര്യം നീ നോക്കണ്ട, മമ്മിയുടെ കൾച്ചർ വേറെ. ഇപ്പോ നിന്റെ മമ്മീനെ എന്റെ സൈഡിൽ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാതെ വെക്കുന്ന നീ, നാളെ നിന്റെ കുട്ടികളെ നിന്റെ മമ്മീന്റെ പ്രൊട്ടക്ട് ചെയ്യുന്നാണോ നീ പറയുന്നത്? ഉറപ്പായിട്ടും. കാരണം നമ്മുടെ കൾച്ചറും മമ്മിയുടെ കൾച്ചറും ഡിഫറൻസ് ആണ്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ കൾച്ചർ എന്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷേ ഡിസിഷൻ നമ്മൾ എടുക്കാം. ഞാൻ പറഞ്ഞ അത്രയാണ്. ഓക്കെ, ലെറ്റ് മീ ആസ്ക് വൺ തിങ്. ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് നിനക്ക് കല്യാണം കഴിച്ച് നിന്റെ അടുത്തേക്ക് വന്ന് നിന്റെ വീട്ടിൽ നിൽക്കുന്ന ആളാ, റൈറ്റ്? യെസ്. സോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാത്ത നീ ഈ സൊസൈറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൾച്ചറിൽ നിന്ന് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആവശ്യങ്ങളും പ്രൊട്ടക്ട് ചെയ്ത് തരാത്ത നീ എങ്ങനെ നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യും? ഞാൻ എവിടെ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയുന്നത്? ഈക്വൽ ആക്കി നോക്കുന്നു പറഞ്ഞില്ലേ ആണിനെയും പെണ്ണിനെയും? അല്ല, ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു ട്രഡീഷൻ ആണ്, ആ ട്രഡീഷൻ നമ്മൾ മാനിക്കാം. പക്ഷേ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോ നീ ഷോർട്സ് ഇടാതെ നടക്കണം? പക്ഷെ ഇവര് പറയുമ്പോ നീ മിണ്ടാതിരിക്കുക. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ എൻ്റെ കുട്ടീനോട് എന്ത് പറയണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. കുട്ടി എന്ത് ചെയ്യും എന്നുള്ളത് കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അമ്മ പറയുന്നു നിനക്ക് കേൾക്കാം, കേൾക്കാതിരിക്കാം, ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ ഞാൻ കേൾക്കാതിരിക്കുമ്പോൾ അമ്മ വയലന്റ് ആവുന്ന സമയത്ത് നീ തന്നെ എന്നോട് വന്നിട്ട് പറയും അവര് പഴഞ്ചൻ ആൾക്കാരാ, അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ കേൾക്കാം. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ആരെങ്കിലും ഷോർട്സ് ഇട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ തായ്ലൻഡിലൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ നടക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ നടക്കും, അത് സത്യമാണ്. നമ്മുടെ ഇവിടെ എല്ലാവരും ഒരു 4 വർഷം മുന്നേ വരെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും മുണ്ടും ഷർട്ടും ഇട്ടിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. നീ എന്താ മുണ്ട് എടുക്കാത്ത? ഇറ്റ്സ് പാർട്ട് ഓഫ് കൾച്ചർ. ഓക്കെ, വൈ ആണുങ്ങളുടെ കൾച്ചർ മാത്രം ചേഞ്ച് ആയി പെണ്ണുങ്ങളുടെ കൾച്ചർ പിന്നെ അതേപോലെ തന്നെ ഇരിക്കുന്നത്? ഇവരാരും സമ്മതിക്കാത്തത് കാരണം അല്ലമ്മ. അവൻ ഷോർട്സ് ഇടുന്നോണ്ട് പ്രശ്നമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവൻ ഷോർട്സ് ഇട്ട് നടന്നാൽ പെൺപിള്ളേര് വന്ന് അവന്റെ മകട്ട് കയറില്ല. നീ ഷോർട്സ് ഇട്ട് നടക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഇവിടെ നിന്നിട്ട് ചുള്ളടിക്കാനും കമലടിക്കാനോ നിനക്കതിന് വിഷമില്ലെങ്കിൽ എനിക്ക് വിഷമില്ല. എനിക്ക് അപ്പം നിനക്കും വിഷമമുണ്ടായില്ലേ? നിന്റെ ഭാര്യ ഒരാളിങ്ങനെ നോക്കി നിന്നിട്ട് നല്ല ചരക്ക്, അതൊക്കെ അല്ല, ഇതൊക്കെ വളരെ പഴയ ചിന്താഗതിയാണ്. എനിക്ക് യാതൊരു യോജിപ്പില്ല ഈ കാര്യത്തിൽ, പറഞ്ഞ കാര്യത്തിൽ. ആയിക്കോളൂ, അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ വളർന്നു വന്നതും പിന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ. ഇപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരും എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ചില സമൂഹങ്ങളിൽ തന്നെ അങ്ങനെയുണ്ട്. അപ്പം നമ്മളുടെ ഇതിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ, നമ്മുടെ കൾച്ചർ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് കാലം മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കൾച്ചർ എന്തായിരുന്നു? ഏത് കാലത്തേക്ക് പോയാലും സ്ത്രീ എന്നോ സ്ത്രീ പുരുഷൻ അന്നത്തെ സ്ത്രീകള് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നേ. ഇപ്പൊ അമ്മ പറയുന്ന ഇല്ല, അമ്മ പറയുന്നത് ഈ കുറച്ച് നാള് ഒരു 4-5 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ അതിനും മുന്നത്തെ വർഷത്തിലത്തെ കാര്യമാണ് പറയുന്നത്. പണ്ട് ഇവരെല്ലാവരും ഹണ്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പെണ്ണുങ്ങളായിരുന്നു അഡ്മിനിസ്ട്രേഷൻ. മക്കളെ നോക്കുന്നതും കുടുംബം നോക്കുന്നതും.
അതൊക്കെ ചെയ്തോ ആരോ വേണ്ടെന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ഹൗസ് ഹോൾഡ് വർക്ക് അല്ല. ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതൊരു സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ മൊത്തം കാര്യങ്ങൾ പെണ്ണുങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അവരുടെ ഡ്രസ്സിങ്ങിന്റെ ഓപ്ഷനോ അവരുടെ കാര്യങ്ങളോ ഒന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ വന്ന് 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 പണ്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ കൾച്ചർ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താ, സാരി മാത്രം, ബ്ലൗസ് ഇല്ല. ബ്ലൗസ് ഇല്ലാതെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞല്ലോ സമൂഹം എന്ന് മോള് പറഞ്ഞല്ലോ, അതാണ് സമൂഹം അംഗീകരിച്ച തുണി ഇല്ലാതെ നടന്നാൽ പ്രശ്നമില്ല എന്നാണ് ഞാനും പറഞ്ഞു വന്നത്. ഞാൻ ഒറ്റൊരു സംശയം ചോദിക്കട്ടെ, പിന്നെ പുരുഷനെ സ്ത്രീയെ നോക്കിയാൽ എന്തായാലും പുരുഷന്റെ ഒപ്പം സ്ത്രീ എത്തില്ല. ബുദ്ധി കൊണ്ടെത്താം, പക്ഷെ ശാരീരികമായ യോഗ്യത കൊണ്ട് എത്തില്ല. അല്ല, അതൊക്കെ അമ്മ പറയണ്ട. നമ്മള് എല്ലാവരും പുരുഷന്മാരായാലും സ്ത്രീമാരായാലും ഈക്വൽ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ഇത്ര ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പെൺപിള്ളേരുടെ പ്രശ്നങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടുന്നുണ്ട്, ആണുങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടുന്നില്ല. രണ്ടുപേർക്കും പ്രശ്നമുണ്ട്. എത്ര ശതമാനം സംസാരിക്കപ്പെടുന്നുണ്ട്? ഇപ്പൊ എവിടെ നോക്കിയാലും പെണ്ണുങ്ങളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? എവിടെ നോക്കിയാലും പെണ്ണുങ്ങളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? ആണുങ്ങളെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നു? ആരും സംസാരിക്കുന്നില്ല. ഇല്ല, അവരുടെ പ്രശ്നങ്ങളെ പറ്റി ആരും സംസാരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റൊരു കാര്യമുള്ളൂ. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ ഫെമിനിസ്റ്റ് അല്ലാന്ന്. അമ്മ എന്താ ഫെമിനിസ്റ്റ് അല്ലാത്ത? അത് ഞാൻ വളർന്നു വന്ന സാഹചര്യം, വീട്ടിലെ അച്ഛനും അമ്മമാരും എന്താണ് നീ ഫെമിനിസ്റ്റ്? അല്ല, അത് ഞാൻ അമ്മനോട് ചോദിക്കാം. അല്ല, അമ്മയ്ക്ക് എന്താ ഫെമിനിസം? ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് എന്താണ്? അല്ല, എന്താ ഫെമിനിസം? എന്താ ഫെമിനിസം? നിങ്ങളല്ലേ പറഞ്ഞു, ഞാൻ ആ വാക്ക് പറയാറുണ്ട്. അമ്മ ഫെമിനിസ്റ്റ് അല്ലാന്ന് പറഞ്ഞു. പിന്നെ അമ്മ ആരാ? നിങ്ങൾ പറയുന്നത് ഞാനൊരു മനുഷ്യൻ, സാധാരണ സ്ത്രീ. സാധാരണ ഒരു സ്ത്രീ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം? സ്ത്രീ ഒരു വീട്ടിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ രാജ്യം ഭരിക്കാൻ പോകുന്ന സ്ത്രീകളുടെ കാര്യമോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ ആണല്ലോ എന്തായാലും രാജ്യം ഭരിക്കാൻ പോകുന്നേ. അവർക്കും വീട് കൂടുമ്പോ ഉണ്ടാവില്ലേ? വ്യത്യാസങ്ങൾ വരും. അതെന്താ വ്യത്യാസം? മാറിപ്പോകും. അവർക്ക് രാത്രി സഞ്ചരിക്കേണ്ടി വരും, പല സ്ഥലത്തും താമസിക്കേണ്ടി വരും. ഇതെല്ലാം വീടുള്ള സ്ത്രീകൾ തന്നെയല്ലേ? അങ്ങനെ പോകുന്ന സ്ത്രീകൾ പോയിക്കോട്ടെ, അവർക്ക് മാനസികമായി, അതാ ഞാൻ പറഞ്ഞു, ഇതെല്ലാം മനസ്സാണ് പറയുന്നത്. എന്റെ മനസ്സ് ഇങ്ങനെ പറയുമ്പോൾ മോളുടെ മനസ്സ് അങ്ങനെ പറയുന്നു, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ അമ്മ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആദ്യം പെണ്ണുങ്ങളെക്കാളും. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലുള്ളത് പെണ്ണുങ്ങൾക്കാണ്. കാരണം എന്താ, ആണുങ്ങൾ പല ഡേഞ്ചറസ് ജോബ്സിൽ ഏർപ്പെടുന്നുണ്ട്, പെണ്ണുങ്ങൾ അത്രയും ഏർപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ജോബ്സ് ആയാലും വലിയ വലിയ ബിൽഡിങ്സിൻ്റെ ഗ്ലാസ് ക്ലീനിങ് ജോബ്സ് ആയാലും ഇങ്ങനത്തെ കുറച്ച് റിസ്കി ജോബ്സിൽ ആണുങ്ങൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വിമൻസ് ഹെൽത്ത് പോളിസി ഉണ്ട്. നാഷണൽ വിമൻസ് ഹെൽത്ത് പോളിസി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾക്കുള്ള ഒരു ഹെൽത്ത് പോളിസി ഇതുവരെ ഇല്ല. ഗവൺമെന്റിന്റെ അല്ല ഇല്ലാത്ത? ഗവൺമെന്റ് ആണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിയിൽ നിന്ന് വരുന്നതാണ് ഈ ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈക്വലി ബാക്ക്വേർഡാണ് ആണുങ്ങൾ. ഈക്വലി ഗ്രാവിറ്റി ഉള്ള പ്രോബ്ലംസ് ആണ് ആണുങ്ങൾക്കുള്ളത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞില്ലേ ഗ്ലാസ് ക്ലീനിങ്ങിന് കൺസ്ട്രക്ഷൻ സൈഡിൽ ഇവിടെ ഒന്നും പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റാത്തതിന്റെ റീസൺ ആണ് അവർക്ക് ശാരീരികമായി സാധിക്കില്ല. എന്തുകൊണ്ട് കയറാൻ പറ്റാത്ത? കയറാൻ പറ്റില്ല എന്ന് നീ പറയൂ? ഇല്ല, പിന്നെ എന്തുകൊണ്ട് പോകുന്നില്ല? കയറാൻ കിട്ടുന്നില്ല, സാഹചര്യം സമ്മതിക്കുന്നില്ല, ആൾക്കാര് സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ പണ്ട് ഈ നമ്മുടെ റാണി ഝാൻസി ഒക്കെ യുദ്ധം നടത്തിയതോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീ തന്നെയല്ലേ ഇപ്പോഴത്തെ സ്ത്രീ? അല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. നിന്റെ അമ്മ പറയുന്നത് പറ്റില്ല, ആ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. നീ പറയുന്നത് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല എന്നല്ല, അവസരം കിട്ടുന്നില്ല. അവസരം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്നോട് പറഞ്ഞു ജോലിയുടെ കാര്യം എന്തുകൊണ്ടാ പോവാൻ പറ്റാത്തതെന്ന്. എന്തുകൊണ്ടാ പോവാൻ പറ്റാത്ത? ആ HR വേക്കൻസിയിൽ മെയിൽസിനെ മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ആ ജോലി തന്നെ അപ്ലൈ ചെയ്തത്. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നിനക്ക് ഒരു ജോലിക്ക് ഞാൻ 50 കൂടുതൽ അപ്ലിക്കേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. 50-ൽ ഒരു 30 to 20% അവർ മെയിൽസിനെയാണ് നോക്കുന്നത് HR സൈഡിലേക്ക്. എന്തുകൊണ്ടാ? അവിടെ മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ്. HR എന്ന് പറയുന്നതിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയില്ല.
മാനേജ് കമ്പനി എന്തുകൊണ്ടാണ് മെയിൽസിന് അത് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അതെ, ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അത്രയും ഇങ്ങനെ ഉള്ള ആൾക്കാര് അമ്മ പറയുന്നത് നീ കേൾക്കണ്ട. ഞാൻ ഒറ്റൊരു സംശയം ചോദിച്ചോട്ടെ, അമ്മ പറയുന്നത് തെറ്റാണോ ശരിയാണോ? അല്ല, അമ്മ പറയുന്ന കാര്യമല്ല, നീ ആദ്യം ലോജിക്കലി അമ്മ പറയുന്നത് തെറ്റാണോ ശരിയാണോ? അമ്മ പറയേണ്ടത് നോക്കേണ്ട ആവശ്യമില്ല ഈ കാര്യം. ആവശ്യമല്ല. അമ്മ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോ അമ്മ എന്താ പറയുന്നത്? പെണ്ണിന് ആ സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല, അവള് വ്യത്യസ്തയാണ്. തെറ്റല്ലേ? എന്തുകൊണ്ടാണ് അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കുക? പക്ഷെ ഞാൻ പറയുന്നത്, നീ എന്തിനാ അമ്മേനെ കേൾക്കുന്നേ? നിനക്ക് സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയില് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ആണാണ്, നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വീട്ടിൽ നിന്ന് കുറെ പേര് സംസാരിക്കുക, നിന്നെ ബാക്കിലേക്ക് പുഷ് ചെയ്തോണ്ടിരിക്കുക, എങ്ങനെ ഉണ്ടാവും നിനക്ക്? ഞാൻ പറയുന്നത്, നിനക്ക് കിട്ടുന്ന ഒരു സേഫ് സോൺ എങ്ങനെ അറിയൂ? നീ ആൺകുട്ടിയാണ്, നിനക്ക് ജോലിക്ക് പോകാൻ പറ്റും, നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, നിനക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റും. ഇതെല്ലാം ഇവര് പുഷ് ചെയ്യുക. നിന്നോട് ആരും പറ്റില്ല എന്ന് പറയുന്നില്ല. എന്നോട് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ 100 പേരുണ്ട് ഈ ലോകത്ത്. എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാര്. മനസ്സിലായോ നിനക്ക്? എനിക്കും ആഗ്രഹമുണ്ട് നിന്നെ പോലെ. എനിക്കും പോകണം, എനിക്കും പുറത്തു പോകണം, എനിക്കും അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം, എനിക്ക് രാത്രി കുറച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോകണം. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. നിന്റെ ഡെയിലി ലൈഫിൽ നീ നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും എല്ലാ ഗേൾസിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ചായ കുടിക്കാൻ പുറത്തു പോകണം, ഫ്രണ്ട്സായിട്ടൊന്ന് കൂടണം, രാത്രി ഒന്ന് ബൈക്ക് ഓടിച്ച് ഒറ്റയ്ക്ക് നടക്കണം, ഒന്ന് ക്രിക്കറ്റ് കളിക്കാനോ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാൻ, ഫിസിക്കലി ആക്റ്റീവ് ആവാൻ. നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആണല്ലോ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് അപ്പം പറയും, അടുക്കളയിൽ പോയി കുറച്ച് പണിയെടുത്താൽ തീരാവുന്ന എക്സസൈസ് മതി, അല്ലാതെ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്ന്. ഇതൊന്നും ഫ്രീഡം അല്ല. ഇതെല്ലാം നമ്മളൊരു ബോക്സിനകത്ത് ഇട്ട് വെക്കുക. എത്ര വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേജ് ആണെങ്കിലും ഗോൾഡൻ കേജ്, ഇറ്റ് ഈസ് എ കേജ്. നീ ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ അവിടെ ഒരു ബ്രൈറ്റ് സൈഡ് മാത്രം കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഞങ്ങൾക്ക് വരുന്ന എക്സ്പെക്റ്റേഷൻസ് സൊസൈറ്റിയിൽ നിന്ന്, ആ കിട്ടുന്ന പ്രഷർ അത്ര എളുപ്പമല്ല. നിങ്ങളൊരു തവണ ഫെയിലായി കഴിഞ്ഞാലും നിങ്ങളോട് കുഴപ്പമില്ല എന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ ഫെയിലിയർ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഫെയിലിയർ, മിസ്റ്റേക്സ് എന്ന് പറയുന്ന സാധനം ആണുങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് സൊസൈറ്റി നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പ്രഷറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം എൻ്റെ പ്രഷർ പറയട്ടെ, ഒരു തവണ ഞാൻ ആ ഒരു കാര്യം വിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടണം, ഞാൻ എത്ര അതിന്റെ പുറകെ നടക്കണം. ആ സെയിം കഷ്ടപ്പാട് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നിന്നോട് 10 പേര് പറയോ നീ അത് ചെയ്യേണ്ട ആവശ്യം എന്താ, നീ പഠിക്കേണ്ട ആവശ്യം എന്താ, നീ എന്തായാലും കല്യാണം കഴിച്ച് പോകാനുള്ളതല്ലേ, നീ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ ജോലിക്ക് പോകേണ്ട ആവശ്യം, നിന്റെ ഭർത്താവ് നിന്നെ നോക്കത്തില്ലേ? ഇത് ഒരിക്കലും ഒരു ക്രെഡിറ്റ് അല്ല. ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നത് ക്രെഡിറ്റ് അല്ല. എനിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോവാം, നിനക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ജോലിക്ക് പോവാം. അത് നമ്മുടെ ചോയ്സ് ആവണം എന്നാണ് ഞാൻ പറയുന്നത്. നോർമലി ഫെമിനിസം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫീമെയിൽസിന് മാത്രം ഉള്ളതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിയാണ്. ഓഫ് കോഴ്സ്, യെസ്. അല്ലാതെ അമ്മ പറയുന്ന പോലെ ഫിസിക്കലി 2 പേരും 2 ആണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് സെറിബ്രൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. എനിക്ക് ടാലൻ്റ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടാനുള്ള അവകാശം. ഒരു ജോലിയുണ്ട്, നീയും ഞാനും ഒരുമിച്ച് ടാലൻറ്റഡ് ആണ്, പക്ഷെ നിനക്ക് മാത്രം അവിടെ ഓപ്ഷൻ കിട്ടരുത്. 2 പേർക്ക് ഈക്വൽ ആയിട്ട് ഓപ്ഷൻ കിട്ടണം. അതാണ് ഫെമിനിസം പറയുന്നത്. സോ ഐ എം എ ഫെമിനിസ്റ്റ്. കാരണം എനിക്ക് ആവശ്യമുള്ളൊരു കാര്യം വേറൊരാൾ നീ പെണ്ണാണെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ പാടില്ല. ഫെമിനിസം എന്ന് വെച്ചാൽ ഫീമെയിൽസിന് മാത്രമുള്ളതല്ല, ആണുങ്ങളും കൂടെ ഉള്ളതാണ്. അതിൽ എല്ലാവരും ഉണ്ട്, എല്ലാ ജെൻഡേഴ്സും ഉണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്കും ചെയ്യാൻ പറ്റും. നിനക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റുകയാണെങ്കിൽ എനിക്കും പറ്റും. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ടാലൻ്റ് ഉണ്ടായിട്ട് നിനക്ക് ടാലൻ്റ് എന്നെക്കാളും കുറവാണ്, പക്ഷെ നീ ഒരു ആണായിരുന്നുകൊണ്ട് മാത്രം നിനക്ക് ആ ഒരു ഓഫർ കിട്ടുമ്പോൾ ഞങ്ങൾ സൈഡ് ആവുക. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോ നിനക്ക് എന്നെക്കാൾ കൂടുതൽ കഴിവ് നിനക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിനക്ക് കാണാൻ പാടില്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സുനിത വില്യംസ് ഇത്രയും
വലിയൊരു എക്സ്കർഷനിൽ ആള് പോയി, അത് ഒരു മെയിലിന് പറ്റിയോ? ഇല്ല. ഇല്ല. അപ്പോൾ എന്താ, ഓപ്പർച്യൂണിറ്റീസ് ഈക്വലി ഉണ്ട്. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, സുനിത വില്യം എത്രാമത്തെ വുമണാ പോയത്? ഞാൻ പറയുന്നത് അതാണ്. ഇപ്പൊ ഓപ്പർച്യൂണിറ്റി എത്ര ആണുങ്ങൾ പോയിട്ടുണ്ട്? ഇപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എത്ര വുമൻസ് പോയി അടുപ്പിച്ച്? അതാ ഞാൻ പറഞ്ഞത്, അത് വിമന്റെ കഴിവ് അനുസരിച്ച് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആണ്. പുള്ളിക്കാരി അത്രയും സ്ട്രഗിൾ ചെയ്ത് സാധാ ആൾക്കാരെക്കാളും ഡബിൾ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പുള്ളിക്കാരി കയറിയത്. മനസ്സിലായോ? അല്ല, പുള്ളിക്കാരി ആണുങ്ങളെക്കാളും കൂടുതൽ വർക്ക് ചെയ്തു, ബ്രില്യൻ്റ് ആയിരുന്നു. അത് കാരണമാണ് പുള്ളി. ആണുങ്ങളെക്കാളും ബ്രില്യൻ്റ് ആയിരുന്നു പുള്ളിക്കാരിനൊപ്പം വേറെ ആണുങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ അത്രയും കാലിബറുള്ള ആയിരുന്നില്ല. അല്ലെങ്കിലും അവരൊപ്പം പോയില്ലേ? അല്ല, അതല്ല നമ്മൾ നോക്കുന്നത്. പുള്ളിക്കാരത്തിന്റെ പൊസിഷനിൽ വേറെ ഒരു ആണ് എത്തിയിട്ടുള്ള. അതിന്റെ കാരണം എന്താ? ഓപ്പർച്യൂണിറ്റി കാരണമല്ല. She was smarter than other people. That's it. She was smarter. She is smarter than other men. But വേറെ ആണുങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലായോ? എനിക്ക് ഇത്ര ഒരു കാര്യം പറയാനുള്ളൂ. പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ജെന്യൂൻ ആണ്, ഞാൻ അംഗീകരിക്കുന്നത്. അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ ഗ്രാവിറ്റി കൂടിയതാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പ്രശ്നമുണ്ട്. പക്ഷേ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് നമ്മുടെ സൊസൈറ്റി തുടങ്ങിയിട്ടില്ല. പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കേസ് ഇത്ര മാത്രമേ ഉള്ളൂ നിന്നോട് പറയാൻ. ആണുങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞു തുടങ്ങണം. ദാറ്റ്സ് ഇറ്റ്. രണ്ടുപേർക്കും പ്രശ്നങ്ങൾ. കറക്റ്റാണ്. ഞാൻ എൻ്റെ സൈഡിൽ പറയുന്നതെന്ന് വെച്ചാൽ ആണുങ്ങൾക്കും പ്രശ്നമുണ്ട്, പെണ്ണുങ്ങൾക്കും പ്രശ്നമുണ്ട്. നമ്മുടെ സൊസൈറ്റി കൂടുതലും പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ടും പെണ്ണുങ്ങളുടെ കാര്യം പതിയെ വരുന്നുണ്ട്. അത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ പതിയെ വരുന്നുണ്ട്. സോ ആണുങ്ങളുടെ പ്രശ്നം അതിൽ കാണണം. ഇനി ഏറ്റവും വലുത് പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും പെണ്ണുങ്ങളെ ഏറ്റവും വേഴ്സ്റ്റ് രീതിക്ക് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. ആ ജഡ്ജ്മെൻറ്റ് മാറ്റി വെച്ച് ഇൻ കേസ് അത് മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഡ്രീംസ് ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റണം. സോ അപ്പോഴേ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേൾഡിലേക്ക് വരുള്ളൂ. അല്ലാതെ അവൻ ഇത് ചെയ്യരുത് ഇവൻ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത്രേ എനിക്കും പറയാനുള്ളൂ. ശരിയാണ്.